തന്റെ പേരിൽ വന്ന വ്യാജ വാർത്തയിൽ പൊട്ടിത്തെറിച്ച് എം.വി. ഗോവിന്ദൻ. CPM-ൽ ആര് നേതാവാകണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് പാർട്ടിയാണെന്നും മാധ്യമങ്ങളല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. യാഥാർത്ഥ്യത്തിന്റെ കണിക പോലുമില്ലാത്ത വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ എം.വി. ഗോവിന്ദൻ അഭ്യർത്ഥിച്ചു. പാർട്ടി നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ നടന്നതെന്ന പേരിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നെയും പിണറായിയെ മാറ്റിയിട്ട് മറ്റാരെ വയ്ക്കും? അത് നടക്കില്ല. എന്നെയും പിണറായിയെ മാറ്റാമെന്നത് വ്യാമോഹം മാത്രം എന്നെല്ലാം തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തു എന്നാണ് ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചത്. ഇത്തരം കള്ളപ്രചരണങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്നും വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയാണ് പാർട്ടി നടത്തിയത്. പാർട്ടി പ്രവർത്തകർ ബ്രാഞ്ച് യോഗങ്ങളിൽ വരെ ഉന്നയിച്ച വിമർശനങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ പാർട്ടി വരുത്തുകയാണ്. തെറ്റുപറ്റിയാൽ ഏത് നേതാവിനെ വിമർശിക്കാനും തിരുത്താനും പാർട്ടിക്ക് കഴിയും. എല്ലാ നേതാക്കൾക്കും ഇത് ബാധകമാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഇതിനൊപ്പം പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും CPM തേടുന്നുണ്ട്. 10,000-കണക്കിന് നിർദ്ദേശങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്ന് ഇതിനകം ലഭിച്ചത്. CPM-ൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസവും സ്നേഹവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഈ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഓഗസ്റ്റിൽ നടക്കുന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ CPM കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു.